ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു. ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഞാനും മക്കളും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ്. നമ്മളൊരു 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ നായക്കുട്ടി ഭയങ്കര ത്രില്ലിലാണ്. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് പോണേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സന്തോഷവും കളിയും ചിരിയൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പോണത് അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കുറച്ചുള്ളൂ അനിയത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് അവളെയും മക്കളെയും കൂടി എടുത്തിട്ട് വേണം നമുക്ക് പോകാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും കൂട്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്കാട്ട് പോണത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു സ്മൈലി കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഇതാ അനിയത്തിൻ്റെ മോളാണിത്. ഇനി അനിയത്തിനെയും കുട്ടികളെയും കൂടി എടുത്തിട്ട് നമ്മൾ നേരെ പോണത് ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. പിന്നെ ഞാൻ നടുത്ത ആളാണ്. എനിക്കൊരു താത്തണ്ട് ഒരു അനിയത്തിൻ്റെ കേട്ടോ. അപ്പോൾ അനിയത്തിനെ ഞാൻ എടുത്തിട്ട് പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ താത്താൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇമ്മാനെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടപ്പാടത്താണ് താത്താൻ്റെ വീട്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ ഇനി നമ്മുടെ വണ്ടിയിലല്ല പോണത്, അളിയൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു സ്ഥലം വരെ പോവുകയാണ്. വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് വണ്ടീൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിൽ ഒരു പൂച്ചക്കുട്ടി കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ആളുടെ മണികിൽക്കം കേൾക്കുന്നുണ്ടെന്നല്ലാതെ കാണാനില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഓണടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൾ ഇറങ്ങിപ്പോയി. പിന്നെ നമ്മളിതാ വണ്ടിയിൽ ഇങ്ങനെ കയറാണ് കേട്ടോ. ഇനി നമ്മളിതാ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പെരിന്തൽമണ്ണക്കൊക്കെ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ തൊടുകാപ്പുകുന്ന് എക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കാണാമെന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം എന്തെങ്കിലും ഉണ്ടോ കാണാനെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയവർക്ക് 40 രൂപ, കുട്ടികൾക്ക് 10 രൂപയുണ്ട്. അപ്പോൾ ഞാൻ ആളെ എണ്ണം എടുക്കുകയാണ് എത്ര ആളാണ് എന്നുള്ളത്. അപ്പോൾ ആൾ വീതം 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ. പിന്നെ അതിന് 10-12 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് 10 രൂപയുള്ളൂ. വലിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ 40 രൂപ കേട്ടോ. പിന്നെ ഫോറിനേഴ്സിനൊക്കെ 250, അതേപോലെ സ്റ്റിൽ ക്യാമറയ്ക്ക് 250 അങ്ങനെയൊക്കെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പോകണം. അപ്പോൾ അയാൾ പറഞ്ഞു തരാം നമുക്ക്. കാരണം ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ ചെറിയ കുട്ടികളുടെ ഒരു പാർക്കും കൂടി ഉള്ളത് കേട്ടോ. അപ്പോൾ വ്യൂ പോയിന്റിൽ കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ 4 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വ്യൂ പോയിന്റ് കയറണമെങ്കിൽ 5:30 ഉള്ളിൽ കയറിയിട്ട് വരാൻ പറഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഉള്ളിലേക്കല്ലേ പോകണം. നല്ല തണുപ്പും കുളിരും പിന്നെ ഒരുമാതിരി ഒരു ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ ഉള്ളിൽ വ്യൂ പോയിന്റിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗി കേട്ടോ കാണാൻ. പുറത്തുനിന്ന് നോക്കുമ്പോൾ മുളങ്കാടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എത്ര ഭംഗിയുണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. ഇതന്നെയാണ് കേട്ടോ ഏറ്റവും നല്ല ഭംഗി കാണാൻ. പിന്നെ ഈ മുളകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നിന്നിട്ട് ആർച്ച് രൂപത്തിലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് റോഡ് സൈഡിൽ നിറയെ വണ്ടികൾ നിർത്തിയിട്ടൊക്കെ ഇങ്ങോട്ട് വന്ന ആൾക്കാർ തന്നെയാണ്. ഒരു ഷോർട്സോ വീഡിയോസോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറ്റിയും പറിച്ച് പോവല്ലേ നമ്മളെല്ലാവരും ഇല്ലേ. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ. നമ്മളും അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ആ പാർക്ക് കാണുമ്പോൾ നമ്മൾ ഈ നായക്കുട്ടി പറയാം നമുക്ക് അതിൽ കളിക്കാൻ കയറാമെന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വ്യൂ പോയിന്റ് ഉള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ വീഡിയോസുകളും കാര്യങ്ങളും കണ്ടിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 ചെയറും കാര്യങ്ങളൊക്കെ, ചെയറല്ല ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കയറി വന്നാൽ തന്നെ ഉമ്മാക്ക് കാൽമുട്ട് വേദന ഉള്ള കാരണം കൊണ്ട് ഉമ്മ മടുത്തു. അപ്പോൾ പിന്നെ ഉമ്മീനായ കുട്ടിയും കൂടിയിട്ട് അവിടെ ചെയറിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ ബാക്കി കുട്ടികൾക്ക് ഭയങ്കര ത്രില്ലായിട്ടോ. കാരണം അവർക്ക് ഓടിക്കളിക്കാനുള്ള സ്പേസ് അല്ലേ വേണ്ടത്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നല്ലൊരു മഞ്ഞുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ. കാരണം നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നല്ല നമ്മൾ അട്ടപ്പാടിക്കൊക്കെ പോകുമ്പോൾ കാണുമല്ലോ മഞ്ഞ്, കോടമഞ്ഞ്, അതേപോലുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ പോയിന്റിലേക്ക് കയറുന്ന സ്ഥലം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നല്ല പായൽ പിടിച്ച, നമ്മളോട് തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വഴുക്കലുണ്ടാവും ശ്രദ്ധിച്ച് കയറണം എന്നുള്ളത്. അപ്പോൾ ആ പേടിയിൽ ഞാനൊന്നും കയറുന്നില്ല വിചാരിച്ചു. പക്ഷേ മക്കളൊക്കെ ഒറ്റ ഓട്ടത്തിന് അതിൻ്റെ പകുതി വരെ ഓടി കയറിട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പുള്ള പാറയാണ് കേട്ടോ. പായലില്ല, വഴുക്കലുമില്ല. ചില ഭാഗത്ത് നല്ല കുഴി പോലുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടുള്ള പായലുള്ളൂ. അല്ലാതെയുള്ള കയറാനൊക്കെ ഈസി ആയിട്ട് കയറാം കേട്ടോ. മക്കളൊക്കെ ഓടി കയറണ കണ്ടില്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. പിന്നെ മഞ്ഞ് പോണ പോലെ കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വിട്ട് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ അട്ടപ്പാടിക്കൊക്കെ പോകുമ്പോൾ കോടമഞ്ഞ് കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാദ്യം കയറുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ കയറിയപ്പോഴാണ് മക്കൾ പറഞ്ഞത് വഴുക്കലൊന്നുമില്ല അമ്മ കയറി വാന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തിൻ്റെ മകൾ അതിൻ്റെ സെൻറ്ററിലൊന്ന് പോയിട്ട് കുടുങ്ങിയിട്ട് അവള് കുത്തനെ തന്നെ കയറിപ്പോയി. എന്നിട്ട് അവൾക്ക് പിന്നെ താഴത്തേക്ക് നോക്കിയപ്പോൾ പേടിയായി. കാരണം ഉയരത്തുനിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ പേടിയായി പോലെ അവൾക്ക് പേടിയായി. പിന്നെ കയറാൻ പേടിയായിട്ട് അവിടെ നിന്ന് സ്റ്റക്കായിട്ട്. അപ്പോൾ നമ്മൾ റിയ പോയിട്ട് കൈ പിടിച്ചിട്ട് കയറ്റി പോയിട്ടോ. സിമ്പിളായിട്ട് തന്നെ കയറി പോകാം, മക്കൾക്കൊക്കെ ഓടി കയറി പോകാം. നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ.
പിന്നെ അനിയത്തിയും കുട്ടിയും എന്താ അപ്പോൾ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓളും കൂടി കയറിയപ്പോൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല പെണ്ണെ കയറി വാന്ന് പറഞ്ഞു. അപ്പോൾ ഈ നായക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ കയറണമെന്നുണ്ട്, പക്ഷേ ഓൾക്ക് ഇങ്ങനെ കാണുമ്പോൾ പേടിയാവും ചെയ്യുന്നുണ്ട്, എന്ന് എടുക്കാനൊട്ട് സമ്മതിക്കണില്ല. ഇമ്മയും താത്തയും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മാക്കും കാൽമുട്ട വേദനയാണ്, താത്താക്കാണെന്നുണ്ടെങ്കിലും മുട്ടുവേദന നടുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാളും അവിടെ നിന്നു. ഞങ്ങളോട് കയറിപ്പോയിക്കോ പറഞ്ഞിട്ട് ഓല അവിടെ നിന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ മാത്രമാണ് ഇങ്ങനെ കയറി പോകണം, അവിടെ ഒന്നും ആളില്ല എന്ന് കരുതി. കാരണം പകുതി വഴിയിലൊന്നും ആരെയും കാണാനില്ല. പക്ഷെ അതിൻ്റെ ടോപ്പിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മഞ്ഞ് പോണ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. പണ്ടെന്നോ അട്ടപ്പാടിയിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ മല കയറി പോയൊരു പരിചയം ഉണ്ടല്ലോ. അത് എന്താ നമ്മൾ ബാബു മല കയറിയ പോയ പോലെ ഞങ്ങളൊക്കെ അവിടെ ആകുമ്പോൾ ഇതേപോലെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള മല കയറിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് കൂടി മേമാൻ്റെ വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങട്ടെ. നമ്മൾ നരശിമുക്കുണ്ടല്ലോ അപ്പുറത്തെ, അതിൻ്റെ അപ്പുറത്ത് കൂടി കയറി അപ്പുറത്ത് കൂടി ഇറങ്ങലുണ്ടായിരുന്നു ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ. അങ്ങനെ കയറിയിട്ടുണ്ടെന്നല്ല, അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മല കയറി പോയിട്ടില്ല കേട്ടോ. ഇതേപോലെ വീഡിയോസ് വന്നിട്ടാണല്ലോ നമ്മൾ നരസിമുക്കൊക്കെ ഇങ്ങനെ ഫേമസ് ആയതില്ലേ. ഞങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മല വീട്ടിൽ നിന്ന് അവിടെ നിന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ മലയൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് കൂടി കയറി ഇപ്പുറത്ത് കൂടിയൊക്കെ മേമാൻ്റെ വീടും അപ്പോൾ വലിയമാൻ്റെ വീടൊക്കെ അടുത്തടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മല കയറി ഇപ്പുറത്ത് കൂടിയൊക്കെ ഇറങ്ങി വരും കേട്ടോ. അന്നത് 16ൻ്റെ പരിവം അന്നങ്ങനെ കയറിപ്പോയത് എന്നല്ലാതെ ഇന്നിങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ കയറണം ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി കയറാൻ, കാരണം ഗ്രിപ്പ് കിട്ടുമെന്ന്. അപ്പോൾ അനിയത്തി പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട കയറി പറഞ്ഞു. അപ്പോൾ നമ്മളിത് അങ്ങനെ പകുതി വരെ വന്നിട്ട് കയറിയിട്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരം ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോഴാണ് ചിലർ പറയണേ ഇതല്ല, അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു ഇതല്ല കേട്ടോ വ്യൂ പോയിൻറ്റ് ഇനിയും കയറണം എന്ന് പറഞ്ഞു. ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒന്നാമത്തത് ആ മഞ്ഞ് കോട പോലെ പോകുന്നുണ്ടല്ലോ, അത് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഇത്രയും താഴെയാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും അല്ല ഹൈറ്റ്, ഇനിയും കുത്തനെ കയറാനുണ്ട്. ഇനി കുത്തനെ കയറാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതുപോലെ കുത്തനുള്ള ഒറ്റ പാറയല്ല, അങ്ങനെ നമുക്ക് നടക്കാനുള്ള വഴികളുണ്ട് കേട്ടോ. പിന്നെ അപ്പുറം കാടായിട്ട്. പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ, എന്തും അപ്പോൾ നല്ലതും കെട്ടതും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയുണ്ട്. കുറേ കപ്പിൾസ് പോലെ ചെക്കന്മാരും പെണ്ണുങ്ങളും വന്നിട്ടുണ്ട്. കയറി പോകുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ പറയുന്നു, അവിടെ ഉണ്ടല്ലോ അങ്ങനെ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു പറയുന്നുണ്ട് നിങ്ങൾ ആ വഴി പോകരുത് ഈ വഴി പോകരുത്. പക്ഷേ ചിലരൊക്കെ വന്നിട്ട് കപ്പിളായിട്ട് വന്നിട്ട് കോളേജിൽ നിന്നാണോ സ്കൂളിൽ നിന്നാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ വന്നിട്ട് അപ്പുറത്ത് കൂടിയൊക്കെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. എന്ത് കലാപരിപാടികൾക്കാണെന്ന് അറിയില്ല. നമ്മൾ നന്നാവണതും കെട്ടതും കേടുവരുത്താനൊക്കെ ഒരു കൂട്ടറിനെ മതി എന്ന് പറയുന്ന പോലെ തന്നെ ആ പ്രായക്കാർ കുറേ ആൾക്കാർ വന്നിട്ട് ആ കാടിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതിനെ പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അതിനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്തായാലും ഓരോന്നും നോക്കാൻ നിന്നില്ല, നമ്മൾ നേരെ പോവുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ കാട് പോലെ കയറി വന്നെങ്കിലും പിന്നെ വീണ്ടും പാറയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വ്യൂ പോയിൻ്റ് അവിടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടെ മാത്രം ഇതാ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിടിച്ച് കയറാനും വേണ്ടിയിട്ട്. പിന്നെ സുരക്ഷിതത്വം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുട്ടികൾക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് എത്താൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ കുത്തനെ ഇങ്ങോട്ട് ഇറങ്ങി പോകില്ല കേട്ടോ. നമ്മളൊന്ന് വീഴുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നെല്ലിയാമ്പതിയിലൊക്കെ ഉള്ള പോലെ അങ്ങനെ കുത്തനെ ചെരിഞ്ഞങ്ങോട്ട് പോകില്ല തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രിപ്പുള്ള പാറകളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയില്ല. കാണുമ്പോൾ നമുക്ക് കുത്തനെയാണ് തോന്നുന്നെങ്കിലും ഒരു ചെരിവുണ്ട് കേട്ടോ നന്നായിട്ട്. അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ചാടി താഴത്തേക്ക് എത്തൂല. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ മാഷാ അല്ലാഹ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഞാനിപ്പോൾ ഇതെന്തൊക്കെ ഇങ്ങനെ ഷോർട്ട് മോഡിൽ വീഡിയോ നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ റിയ പാത്തുവിൻ്റെ കയ്യിലിരുന്ന് ഫോൺ, ഓൾ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ട് എടുക്കലായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ ഫോൺ കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ പിന്നെ വ്ളോഗ് മോഡിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ സ്ഥലം എടുക്കുമായിരുന്നു നമുക്ക്. നമ്മൾ നരസിമുക്കിലൊക്കെ പോയിട്ട് കാണുന്ന പോലെ തന്നെ താഴ്ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗി കേട്ടോ. കോടയും കൂടി ഉള്ള കാരണം കൊണ്ട് തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഈ പാറൻ്റെ ചുറ്റുമായിട്ടും ഇങ്ങനെ ഇതേപോലെ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കൂടി കുട്ടികളെയൊക്കെ സൂക്ഷിക്കാൻ തന്നെ വേണം. ചെറിയ കുട്ടികൾക്കൊക്കെ ചാടിപ്പോകാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാൻ തന്നെ വേണം. പക്ഷെ നല്ല പരന്ന സ്ഥലമാണ് കേട്ടോ. കുറേ സ്ഥലമുണ്ട് ആ പാറ ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വന്നിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു അന്തമല്ല കേട്ടോ. നമ്മൾ എത്ര കയറി വന്നു എന്നേ അറിയണില്ല. കാരണം അത്രയും അപ്പോൾ അങ്ങനെ ചെരിവ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമൊന്നുമല്ല കേട്ടോ. ഇവിടെ കയറി വന്നപ്പോഴാണ് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. മേലപ്പുറമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. ഇതുപോലുള്ള കുരുത്തക്കേടുകൾ കാണിക്കണ മക്കളെ പേടിക്കുക തന്നെ വേണം കേട്ടോ. നമ്മളെ ദിയാപാത്തുമാണിത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒക്കെ ഒന്ന് കാല് തെന്നി പോയി കഴിഞ്ഞാലും ചാടാൻ വലിയ പണിയൊന്നുമില്ല.
അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. പിന്നെ 5:30 വരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ താഴത്തേക്ക് തന്നെ ഇറങ്ങി പോന്നു കേട്ടോ. താഴത്തേക്ക് ഇറങ്ങി പോരുമ്പോൾ എനിക്ക് കൂടുതൽ പേടിയായി. കാരണം നമുക്ക് നേരെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഈ നായ്ക്കുട്ടി ഉണ്ട് എൻ്റെ കയ്യിൽ, അനിയത്തിൻ്റെ കുട്ടീൻ്റെ ഓളെ കയ്യിൽ. അപ്പോൾ നമുക്ക് പോരാൻ പറ്റുമോ എന്നുള്ളത് പേടിയായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ഇറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പന്നിയും പിന്നെ എന്തൊക്കെയോ മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ശല്യമുണ്ട്, നല്ല ശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളിതാ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ചിലർക്കൊക്കെ പാർക്കിൽ കളിക്കാമെന്നും പറഞ്ഞിട്ട് ഇടങ്ങേറാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഉമ്മമാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ് കാര്യമല്ലേ, മക്കളെ വിശപ്പിന് നല്ല സഹായമാണ്. വെള്ളവും ഓറഞ്ചും എന്തൊക്കെ ബിസ്ക്കറ്റ് എന്തൊക്കെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മക്കൾക്ക് തിന്നാൻ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെതാ പിന്നെ പാർക്കിക്ക് പോകുക എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മളിതാ പാർക്കിക്ക് കൊണ്ടുപോവുകയാണ് അവരെ. അപ്പോൾ ആ മേലെ നിൽക്കുന്ന സമയത്ത് നമുക്ക് രാത്രിയാണതൊന്നും അറിയണുണ്ടായിരുന്നില്ല കേട്ടോ, ഇരുട്ടാവണത് അറിയണുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നല്ല ഇരുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ മുളങ്കാടിൻ്റെ ഉള്ളിൽ വെളിച്ചം കുറവല്ലേ, അപ്പോൾ നല്ല ഇരുട്ട് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ കളിച്ചിട്ടോട്ട് മതിയാവണില്ല കേട്ടോ, ഓടിയിട്ടും ചാടിയിട്ടും. ഈ നായക്കുട്ടിക്കൊക്കെ രാത്രിയപ്പോൾ പിന്നെ തളർന്നുറങ്ങിയിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് ഓടിയിട്ടും ചാടിയിട്ടൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് പാർക്കിക്കാണ് കേട്ടോ. പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ്. കുറച്ച്, അതായത് ഒരു 7-8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ മാത്രം കേട്ടോ. എന്താ ഊഞ്ഞാൽ, അതേപോലെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. എന്താ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ കുട്ടികളെ നോക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇവിടെ കളിപ്പിക്കാൻ കൊടുത്തതിന് ശേഷം നമുക്ക് മേലൊക്കെ വ്യൂ പോയിന്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് പോരാ കേട്ടോ. കയറി ഇറങ്ങുക, കുട്ടികളൊന്നും ഇല്ലാതെ തന്നെ പോയിട്ട് നമുക്ക് കയറി ഇറങ്ങി പോരാം. പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റൂല എന്നുള്ളത് കേട്ടോ. പക്ഷേ എല്ലാവരും അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. പൊട്ടാത്തത് ഭാഗ്യം കേട്ടോ. ബലം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറ്റിയിരുത്തി ഓരോരുത്തർ ഇരിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ കയറ്റിയിരുത്തി. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ടൊക്കെ ഈ മുളങ്കാട് തന്നെ തോന്നുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. കാരണം വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നൊക്കെ അവിടെ അയാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കൊന്നും പോകാൻ പോയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അളിയന് നമ്മളവിടെ കൊണ്ടുവന്നാക്കി വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിളിച്ചാൽ മതി വരാമെന്ന് പറഞ്ഞിട്ട്. കാരണം മൂപ്പർക്ക് വേറെ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോരാനാകുന്ന സമയത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അത്ര നേരം കൂടി കളിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉള്ള പക്ഷികളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തോന്നുന്നു ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബേർഡ്സ് ഓഫ് തൊടുകാപ്പ് ഒന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രവൃത്തി സമയം കാര്യങ്ങളൊക്കെ. വലിയവർക്ക് 40 രൂപ, കുട്ടികൾക്ക് 10 രൂപ, വിദ്യാർത്ഥികൾക്ക് 10 രൂപ, വിദേശികൾക്ക് 200 രൂപ, സ്റ്റിൽ ക്യാമറക്ക് 250. അതൊക്കെയാണ് അവിടുത്തെ റേറ്റ് കേട്ടോ. അപ്പോൾ നമ്മളിത് 6 മണി വരെ ആണ് ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമ്മളിത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ, അളിയൻ വരാൻ വൈകിയായിരുന്നു കൊണ്ട്. പിന്നെ അവിടെ നമുക്ക് ചായയും കടിയൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്തൊരു ഹോട്ടലുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ ഒരു കട മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മൂപ്പരാണെന്നുണ്ടെങ്കിലും ഒക്കെ അടച്ച് തുടച്ച് വെക്കാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. പിന്നെ ജ്യൂസ് എന്തായാലും ഇല്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് മാങ്ങ, നെല്ലിക്ക അതൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ പോണ വഴിക്കളിയാൻ കടയിൽ കയറിയിട്ട് നമുക്ക് ചായയും എണ്ണ പലഹാരം കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ പോയട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.